ഹലോ ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണസദ്യക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. നമ്മൾ കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓണസദ്യക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഇട്ടിട്ട് അത് ഒരു 3 ലക്ഷത്തോളം ആളുകൾ അപ്പം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, 2 ദിവസം കൊണ്ട് തന്നെ. അപ്പോൾ ഈ വീഡിയോയും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇപ്രാവശ്യത്തെ ഓണസദ്യക്ക്. മൊത്തമായിട്ടുള്ള കറികൾ ചെയ്യണില്ല, കുറച്ച് കറികളാണ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ടിപ്പുണ്ട്. അതായത് പൈനാപ്പിളിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ഒരു വെജിറ്റബിൾ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗംഭീര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ പൈനാപ്പിൾ പച്ചടിക്ക്. അപ്പോൾ ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1/2 സ്പൂൺ കടുക്, പിന്നെ ഉണക്കമുളക്, കറിവേപ്പിൻ്റെ ഇല, അതെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു പൈനാപ്പിളിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞ്, വളരെ ചെറുതാക്കി അരിഞ്ഞത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിളിലേക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂണോളം പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ല മധുരം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒരു 3 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. പൈനാപ്പിൾ ഒന്ന് പകുതി ഒന്ന് വെന്ത് കിട്ടിക്കോട്ടെ. അപ്പോഴേക്കും നമ്മൾ മത്തങ്ങ, പൈനാപ്പിൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അതേ അളവിൽ നല്ല പഴുത്ത മത്തങ്ങ അതൊന്ന് കുക്കറിലൊന്ന് വേവിച്ച് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ചേർത്ത് കൊടുത്ത് ഒന്ന് വെള്ളം പൊട്ടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ നന്നായി പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 1/4 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. 1/4 മുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കടുക്, പച്ചക്കടുക് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് തൈര് ഉപയോഗിച്ചിട്ടാണ്, 1 ടേബിൾ സ്പൂൺ തൈര് ഉപയോഗിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ മത്തങ്ങയും പൈനാപ്പിളൊക്കെ നന്നായി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ഒഴിച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം കുറവാണ്, വളരെ കുറവാണ് വെച്ചെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. 2 സ്പൂണോളം തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുക. പുളിക്കനുസരിച്ചുള്ള തൈര് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള, എരിവും ഒക്കെ ചേർന്നിട്ടുള്ള അടിപൊളി പൈനാപ്പിൾ പച്ചടി റെഡിയാവും. അപ്പോൾ ഒരു കഷ്ണം കൂടെ മത്തങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി അടിപൊളിയാവും. അടുത്തത് നമ്മുടെ വറുത്തരിശ്ശേരി അല്ലെങ്കിൽ കൂട്ടുകറി എന്നൊക്കെ പറയുന്ന കറി നമ്മൾ സദ്യയിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതേ ടേസ്റ്റ് തന്നെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ 100 ഗ്രാം വെച്ച് നമ്മുടെ മത്തങ്ങ, അതുപോലെ തന്നെ പച്ചക്കായ, പിന്നെ ചേന അതും കൂടെ ഒരേ അളവിൽ സ്ക്വയർ പീസസ് ആക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 സ്പൂണോളം മുളക് പൊടി, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ശർക്കര അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കഷ്ണം വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക. കുക്കറിൽ വേവിക്കരുത്, കാരണം കുക്കറിൽ വേവിച്ചാലായിട്ട് ഇത് നന്നായി ഉടഞ്ഞു പോവും. 12 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നന്നായി വെന്ത് ഉടഞ്ഞു പോവുക. സദ്യയിൽ കിട്ടുന്ന വറുത്തരിശ്ശേരിയുടെ അതേ മണം, അതേ ഒരു രുചിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാനുണ്ട്. 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറു ജീരകമല്ലേ അത്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതും കൂടി നന്നായി ഒന്ന് വറുത്ത് മാറ്റി വെക്കണം. കരിഞ്ഞു പോകരുത്. ഇതുപോലെ നന്നായി ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് പൊടിച്ച് വയ്ക്കുക. തരിതരിപ്പോട് കൂടി ഒന്ന് പൊടിച്ച് വയ്ക്കുക, ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു 1/4 കപ്പോളം തേങ്ങ നന്നായി ചിരവി എടുത്ത് ഒന്ന് വറുത്തെടുക്കണം. നന്നായി ഒന്ന് മൂത്ത് കിട്ടിക്കോട്ടെ. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക. ഇനി അതിൽ നിന്ന് നേർപകുതി നന്നായി വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കുക. ബാക്കിയുള്ള തേങ്ങ അതുപോലെ തന്നെ മാറ്റി വയ്ക്കുക, അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നന്നായി കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ കുരുമുളക്, അതുപോലെ കറിവേപ്പിൻ്റെ ഇല്ല, അതിൽ നിന്ന് 1/2 സ്പൂൺ, നമ്മുടെ 1/2 സ്പൂൺ മാത്രം മതി, കൂടുതലായിട്ട് ഇടരുത്. 1/2 സ്പൂൺ നമ്മുടെ ഈ കറിയിലേക്ക് ഒന്നും ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് തിളച്ചൊന്ന് വറ്റി വരണം കേട്ടോ. കണ്ടില്ല, ഇതുപോലെ വറ്റി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, നേരത്തെ 2 ഭാഗമാക്കി തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് അരച്ചതും ഒന്ന് അരയ്ക്കാത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കടുക്, മുളക്, അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ഇത് കൂടെ ഒന്ന് വറുത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് സ്പെഷ്യൽ ഒരു സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുരുമുളക്, അതുപോലെ നല്ല ജീരകം, പിന്നെ കറിവേപ്പിൻ്റെ ഇല നന്നായി ഒന്ന് വറുത്ത് പൊടിച്ച് ചേർത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അടുത്തതായിട്ട് നമ്മുടെ ഇഞ്ചിക്കറി, ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒന്നും കൂടി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ
പഴുത്ത പുളി ഞാൻ നന്നായി പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് വലിയ കണ്ണിയുള്ള അരിപ്പല്ല, അതിലാണ് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഇപ്പോൾ അതേ ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ കടുക്, മുളക്, കറിവേപ്പിൻ്റെ ഇല അതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 100 ഗ്രാമോളം ഇഞ്ചി നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പുളി ഒഴിച്ച് കൊടുക്കുക, പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ ഒരു 3-4 ഈന്തപ്പഴമല്ലേ, നമ്മളെ ഈന്തപ്പഴം നന്നായി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി നന്നായി ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി തിളച്ച് വരുമ്പോഴേക്കും 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അരച്ച് വെച്ചില്ല, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ശർക്കര ഉരുക്കി അരിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായി തിളച്ച് വറ്റി വരട്ടെ. ഇങ്ങനെയുള്ള ഇഞ്ചിക്കറി ആണെങ്കിൽ നല്ല ബ്രൗൺ കളറായിരിക്കും, കണ്ടില്ലേ, അല്ലെങ്കിൽ നല്ല കറുത്ത കളറായിരിക്കും. ഇനി ഒരു കുഞ്ഞ് കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് അവസാനമായിട്ട് കുറച്ച് ചുക്കുപൊടിയില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്നുകൂടി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഇത് കുറേ കാലം ഇരുന്നാലും നാശമായി പോകുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ റെഡിയാക്കി വെച്ചോ, അടിപൊളിയായി കിട്ടും. അതായത് ഓണത്തിൻ്റെ അന്നാകുമ്പോഴേക്കും അടിപൊളിയായി കിട്ടും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് ഒരു സ്റ്റൂ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അടിപൊളിയാണ്, അത് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം ഒന്നുകൂടെ നമ്മൾ ഒരു ആപ്പിളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ആപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വളരെ ചെറുതാക്കി കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചെറുതാക്കി കട്ട് ചെയ്യുക. ഇത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 പച്ചമുളക്, പിന്നെ അത് വേവാനായ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുക. കുക്കറിൽ വേവിക്കേണ്ട, കാരണം നന്നായി ആപ്പിളിൻ്റെ കഷ്ണമൊക്കെ നന്നായി ഉടഞ്ഞ് പോകും കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുത്തതിന് ശേഷം നന്നായി കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1/2 കപ്പോളം കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോഴായിട്ട് കേട്ടോ. അപ്പോൾ അതേ ഇതിലേക്ക് ആപ്പിളും അതുപോലെ ഉരുളക്കിഴങ്ങും അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. പച്ചമുളകും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് ഉടച്ചതിന് ശേഷം നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ലാസ്റ്റായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക മേൽഭാഗത്ത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, അതായത് 1 സ്പൂണോളം വെളിച്ചെണ്ണ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി അടിപൊളിയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മാത്രം മതി. അപ്പം തന്നെ ഇത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകും. നല്ല ടേസ്റ്റാണ്, ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഉരുളക്കിഴങ്ങ് വെച്ച് സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, സദ്യ സമയത്ത് സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അടുത്തത് നമ്മുടെ സ്വന്തം അവിയൽ. എന്തായാലും അവിയലില്ലാതെ നമ്മൾക്കൊരു സദ്യ ഇല്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അതിലൊരു അരപ്പിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വട്ടം വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അവിയൽ. അപ്പോൾ കഷ്ണങ്ങൾ ഞാൻ 1/2 കിലോ കഷ്ണങ്ങളാണ് റെഡിയാക്കി വെച്ചേക്കുന്നത്, അരിഞ്ഞ് വെച്ചേക്കുന്നത്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം അതും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനായിട്ട്. അപ്പം ഞാനിതിലേക്ക് ഒരു 3/4 മുറിയോളം തേങ്ങയാണ് എടുത്തേക്കുന്നത്, അത് ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, നല്ല ജീരകം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ചുവന്നുള്ളി അതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളക് 3 ചുവന്നുള്ളി 3 അതും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക, പകുതി ഭാഗം ഒന്ന് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള തേങ്ങയുടെ കൂട്ടിൽ അതിലേക്ക് തൈര് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക. ഒരു 3 സ്പൂണോളം തൈര് ഒഴിച്ചാൽ മാത്രം മതി. അത് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. പകുതി ഭാഗം ചതച്ചെടുത്തതും പകുതി ഭാഗം ഇതുപോലെ അരച്ചെടുത്തതും കേട്ടോ. തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് വെന്ത കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുക. അവിയലിൻ്റെ കഷ്ണങ്ങളൊന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വെള്ളം പോരായെങ്കിലും കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ചേനക്കഷ്ണമൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് ചതച്ച് വെച്ചതും അരച്ച് വെച്ചതുമായ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കൂടുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പിൻ്റെ ഇല നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ അവിയൽ നല്ല ടേസ്റ്റുള്ള അവിയലായിരിക്കും. അപ്പോൾ നിങ്ങൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തേങ്ങയുടെ പകുതി ഭാഗം നന്നായി ഒന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള ഭാഗം പകുതി ഭാഗം നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ, തൈര് ഒഴിച്ച്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവിയൽ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇപ്രാവശ്യത്തെ അവിയൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വട്ടം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ പച്ചടി, ബീട്രൂട്ട് പച്ചടി, നല്ല ടേസ്റ്റ് ബീട്രൂട്ട് പച്ചടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഓണസദ്യയിലേക്ക് വേഗം തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 2-3 കഷ്ണം ബീട്രൂട്ട് ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് 1/2 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ഒരു 1/4 മുറിയോളം തേങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇതൊന്ന് അരച്ചെടുക്കണം.
വെള്ളം ഒഴിച്ചിട്ടല്ല അരച്ചെടുക്കുന്നത്, തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒന്നോ 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്ത കൂട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മളൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ കട്ടിയുള്ള നല്ല പുളിയുള്ള തൈര് അതും കൂടെ അതിൻ്റെ മേൽഭാഗത്തേക്ക് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് പോലും വെള്ളം അതിൽ ഒഴിക്കേണ്ട. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കറി ഭയങ്കര ഫ്ലോപ്പായി പോകും കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ ബീട്രൂട്ടും തേങ്ങയും അരച്ചെടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചും കൂടി കട്ടിയുള്ള ഒരു അരക്കപ്പോളം തൈര് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഒരു ഇടത്തരം സവാള നന്നായി ചെറുതാക്കി, വളരെ ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കടുക് താളിച്ചൊഴിക്കാനുണ്ട്. കടുക്, മുളക്, കറിവേപ്പിൻ്റെ ഇല അതും കൂടെ താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. സാമ്പാറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ സദ്യയുടെ ഒപ്പം കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണിത്. അടുത്ത കറി അത് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണം ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അത്ര ക്രഷ് ചെയ്താൽ മാത്രം മതി, അരഞ്ഞു പോകരുത്. ഇപ്പോൾ ഒരു അരക്കപ്പോളം തൈര് നന്നായി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകില്ലേ അതിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് കടുക് വറുക്കുക. അത്രയേ ഉള്ളൂ. കടുക്, മുളക്, കറിവേപ്പിൻ്റെ ഇല ഇതും കൂടെ വറുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി തൈര് റെഡിയാണ്. നമുക്ക് സദ്യക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇഞ്ചി തൈര്. എന്നാലോ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണസദ്യക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ടുള്ള കറികളാണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസിയാണ്, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അടുത്തത് സദ്യ സ്റ്റൈൽ സാമ്പാർ. അതേ ടേസ്റ്റും അതേ മണമുള്ള ഒരു സാമ്പാർ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സാമ്പാർ കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കുക്കറിലേക്ക് നമ്മളെ തുവരപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പോളം അതുപോലെ തന്നെ നമ്മളെ ചെറുപയർ പരിപ്പില്ലേ, പായസം വയ്ക്കുന്ന പരിപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കഷ്ണങ്ങളായിട്ട് മത്തങ്ങ, കുമ്പളങ്ങ അതുപോലെ തന്നെ സവാള അത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നന്നായി ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ച് എടുക്കുക. കഷ്ണങ്ങൾ അത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി മറ്റൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ അതുപോലെ ഉണക്കമുളക്, കറിവേപ്പിൻ്റെ ഇല അതെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം വെണ്ടക്കായ അതുപോലെ തന്നെ മുരിങ്ങക്കായ അതും കൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി എടുക്കണം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് വരണം. കളറെല്ലാം മാറി വരുമ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ തക്കാളി അതുപോലെ തന്നെ മല്ലിയില ധാരാളമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കായമില്ലേ, കായത്തിൻ്റെ പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ വെണ്ടക്കായ അതുപോലെ മുരിങ്ങക്കായ നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ. ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കഷ്ണങ്ങളും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഒന്ന് തിളച്ച് വരണം. നന്നായി തിളച്ച് അവിടെ ഇരുന്ന് ലോ ഫ്ലെയിമിൽ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും. അപ്പോൾ അവസാനമായിട്ട് ഈ തിളയ്ക്കണ അതിലാണ് നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നന്നായി തിളച്ച് ഒന്ന് വറ്റി വരണം. വെള്ളം കുറവാണെങ്കിൽ ഒന്ന് ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ള കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.